നമസ്കാരം. തമിഴ്നാട്ടിലുള്ള മിക്കവാറും ശിവക്ഷേത്രങ്ങളെല്ലാം തന്നെ സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളാണ്. 18 സിദ്ധന്മാരിൽ ഒരാളായ ഗോരക്കർ സിദ്ധർക്ക് ദേവീ ദർശനം കിട്ടിയ ശിവക്ഷേത്രത്തെക്കുറിച്ചും അദ്ദേഹം സമാധി അടഞ്ഞ സിദ്ധാശ്രമത്തെക്കുറിച്ചും അവിടെയുള്ള വിശേഷപ്പെട്ട അന്നക്കാവടിയെക്കുറിച്ചും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു നന്ദിനാഥേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ നാഗപട്ടണം വേളാങ്കണ്ണി പോകുന്ന വഴിയിൽ വടക്ക് പൊയ്കനല്ലൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ നന്ദിനാഥേശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി സൗന്ദര്യനായികി എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. പല സിദ്ധന്മാരും ഇവിടെ ഭഗവാനെ പൂജിച്ച് മുക്തി അടഞ്ഞതിനാൽ ഈ പ്രദേശം സിദ്ധാശ്രമം എന്നും അറിയപ്പെടുന്നു. ദേവാര വൈപ്പ് സ്ഥലമായ ഈ ക്ഷേത്രത്തിൽ ശ്രീപരമേശ്വരന്റെ ഋഷഭവാഹനമായ നന്ദി, മഴവർ, ഗോരക്കർ സിദ്ധരടക്കം അനേകം സിദ്ധന്മാർ ശിവഭഗവാനെ പൂജിച്ചിട്ടുണ്ട്. 18 സിദ്ധന്മാരിൽ 16ാമത്തേതും മച്ചമുനിയുടെയും ബോഗർ സിദ്ധരുടെയും ശിഷ്യനുമായ ഗോരക്കർ സിദ്ധർ ഈ ക്ഷേത്രത്തിൽ 1008 വർഷം കഠിന തപസ്സനുഷ്ഠിച്ച് അമ്പാൾ രാജരാജേശ്വരിയുടെ ദർശനം സിദ്ധിച്ചു. ഗോരക്കർ സിദ്ധർ സമാധി അടഞ്ഞതായി പറയപ്പെടുന്ന ഗോരക്കർ സിദ്ധർ സമാധി പീഠം ഇവിടെ അടുത്താണ്. സിദ്ധന്മാരിൽ സിദ്ധരായ കാകഭുജണ്ഡർ സിദ്ധർ ധ്യാനം ചെയ്ത ഭുജണ്ഡർ വനവും സമീപ പ്രദേശത്തുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം വിശ്വാമിത്ര മഹർഷി കൈലാസത്തിൽ അന്തപുരം വരെ ചെന്ന് ശിവഭഗവാനെ സന്ധിച്ച് അനേകം വരങ്ങൾ സമ്പാദിച്ചു. നന്ദിദേവൻ കാവൽ ജോലി ശരിയായി ചെയ്യാത്തതിനാലാണ് വിശ്വാമിത്ര മഹർഷിക്ക് അന്തപുരം വരെ എത്താനായതെന്ന് ശിവഭഗവാൻ മനസ്സിലാക്കി. അതിനാൽ ജോലിയിൽ കൃത്യനിഷ്ഠ പുലർത്താത്ത നീ ഭൂലോകം ചെന്ന് 1000 വർഷങ്ങൾ തപസ് ചെയ്യേ എന്ന് ശ്രീപരമേശ്വരൻ നന്ദിയോട് ഉത്തരവിട്ടു. തപസ് ചെയ്യാൻ ഭൂമിയിൽ നല്ലൊരിടം കണ്ടെത്തിത്തരണമെന്ന് നന്ദിദേവൻ താഴ്മയായി ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു. അന്ന് ശിവഭഗവാൻ കാണിച്ച ഇടമാണ് വടക്ക് പൊയ്കനല്ലൂർ നാഥേശ്വരർ ആലയം. നന്ദിദേവൻ ഇവിടെ എത്തി 1000 വർഷം തപസ് ചെയ്ത് കൈലാസം പൂകിയതിനാൽ ഇവിടെയുള്ള ഭഗവാൻ നാഥേശ്വരർ നന്ദിനാഥേശ്വരരായി. പ്രദോഷ വഴിപാടിന് വളരെ പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. 18 സിദ്ധന്മാരിൽ ഒരാളായ ഗോരക്കർ സിദ്ധർ തപസ്സനുഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹം സമാധി അടഞ്ഞ സിദ്ധർ കോവിലിലേക്ക് ഐപ്പശി ഭരണി നക്ഷത്രത്തിൽ പഞ്ചമൂർത്തികൾ എഴുന്നള്ളി സിദ്ധർക്ക് ദർശനം കൊടുക്കുന്ന വൈഭവം ഈ ക്ഷേത്രത്തിൽ വിശേഷമായി കൊണ്ടാടുന്നു. സിദ്ധർ കാകഭുജണ്ഡരും ഗോരക്കരും പൗർണമിയിൽ ഇന്നും സൂക്ഷ്മരൂപത്തിൽ ഭഗവാനെയും ദേവിയെയും പൂജിക്കാൻ ഇവിടെ എത്തുന്നു എന്നാണ് ഐതിഹ്യം. 1000 വർഷത്തോളം പഴക്കമുള്ളതും അതിപുരാതനവുമായ ഈ ക്ഷേത്രത്തിലെ മൂലവർ നന്ദിനാഥേശ്വരർ സ്വയംഭൂ ശിവലിംഗമാണ്. ഈ ക്ഷേത്രത്തിലുള്ള അമ്പാൾ സൗന്ദര്യനായികി രാജരാജേശ്വരി രൂപത്തിലാണ് ഗോരക്കർ സിദ്ധർക്ക് ദർശനം കൊടുത്തത്. ഇന്നും പല സിദ്ധന്മാരും ഈ ക്ഷേത്രത്തിലെത്തി താമസിച്ച് ദേവിയെയും ഭഗവാനെയും ഭജിക്കുന്ന വഴക്കം തുടരുന്നുണ്ട്. വിനായകർ, വള്ളിദേവ്യാനി സമേത സുബ്രഹ്മണ്യർ, മഹാലക്ഷ്മി, ഭൈരവർ, സൂര്യൻ, ചന്ദ്രൻ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട്. കാർത്തിക, പ്രദോഷം, അഷ്ടമി, ഐപ്പശി ഭരണി, മാസി 10 നാൾ ഉത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. ഈ ക്ഷേത്രം രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയും തുറന്നിരിക്കും. ഇവിടെ നിന്നും കുറച്ചടുത്തായാണ് ഗോരക്കർ സിദ്ധർ സമാധി പീഠം എന്ന സിദ്ധാശ്രമമുള്ളത്. മച്ചമുനിയുടെ അനുഗ്രഹത്താൽ ഭസ്മത്തിൽ നിന്നും പിറവിയെടുത്ത് അഷ്ടസിദ്ധികൾ കൈവരിച്ച് മനുഷ്യനന്മയ്ക്കുതകുന്ന കായകൽപ്പമൂലികകളും കഞ്ചാവ് ചെടിയും കണ്ടുപിടിച്ച സിദ്ധരാണ് മഹാനായ ഗോരക്കർ സിദ്ധർ. മറ്റു സിദ്ധന്മാരെ പോലെ അല്ലാതെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന തരത്തിൽ അതെല്ലാം താളിയോലകളിൽ പകർത്തിവെച്ച 2 സിദ്ധന്മാരാണ് ഗോരക്കർ സിദ്ധരും ബോഗർ സിദ്ധരും. ഗോരക്കർ സിദ്ധരെ കുറിച്ച് വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പലയിടത്ത് സമാധി സ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം അവസാനമായി സമാധി അടഞ്ഞതായി പറയപ്പെടുന്ന സ്ഥലമാണ് വടക്ക് പൊയ്കനല്ലൂരിലുള്ള സിദ്ധാശ്രമം. ഗോരക്കർ സിദ്ധർ ചിദംബര രഹസ്യം സൃഷ്ടിക്കാനും പഴനി നവപാഷാണ ദണ്ഡായുധപാണി ശില നിർമ്മിക്കാനും ബോഗരോടൊപ്പം സഹായിച്ചതായി അദ്ദേഹത്തിന്റെ തന്നെ ചന്ദ്രരേഖ എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. ബോഗർ സിദ്ധരുടെ നിർദ്ദേശപ്രകാരം പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിന്റെ ചുമതലകൾ പുലിപ്പാണി സിദ്ധരെ ഏൽപ്പിച്ച് ബോഗരെ നിർവികൽപ്പ സമാധിയിൽ അടക്കം ചെയ്യുമ്പോൾ ഗോരക്കർ ബോഗരോട് താൻ പൊയ്കനല്ലൂരിൽ സമാധിയാകാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ആ കാലം വരുമ്പോൾ താൻ തന്നെ വന്ന് സമാധിയിലിരുത്താമെന്ന് ബോഗർ ഉറപ്പുകൊടുത്തതായും രാജരാജേശ്വരി ദർശനം കിട്ടിയ ശേഷം പിന്നീട് ഒരു ഐപ്പശി ഭരണി നക്ഷത്രത്തിൽ പഴനിയിലെ സമാധിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ബോഗർ ഗോരക്കർ സിദ്ധരെ സമാധിയിരുത്തുന്നതിന് സാക്ഷിയായി ആ നാട്ടിലെ ജനങ്ങളും സിദ്ധന്മാരും നിൽക്കെ പാർവതി പരമശിവന്മാർ ഗോരക്കർ സിദ്ധർക്ക് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. കാലങ്ങൾ കടന്നുപോകെ ഈ സിദ്ധർ പീഠം മണ്ണിനടിയിലായി. ഗോരക്കർ സിദ്ധരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലങ്ങളെപ്പറ്റി ജനം മനസ്സിലാക്കുന്നത്. തന്റെ സമാധി സ്ഥലം ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു നാടകം നടത്തുകയുണ്ടായി. ഏകദേശം 400 ആണ്ടുകൾക്ക് മുമ്പ് കടൽ വഴി വ്യാപാരം ചെയ്തു വന്നിരുന്ന മഞ്ചപ്പത്ത് ചെട്ടിയാർ എന്നൊരു വ്യാപാരി വടക്ക് പൊയ്കനല്ലൂരിൽ ഉണ്ടായിരുന്നു. അവിടെയുള്ള അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥാപനത്തിലേക്ക് ദിനവും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണം കൊണ്ടുപോവുക പതിവായിരുന്നു. ഒരു നാൾ ഭക്ഷണം കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു ശിവഭക്തൻ ആ അമ്മയോട് തനിക്ക് വിശക്കുന്നു, സ്വല്പം ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ ഒട്ടും മടിക്കാതെ വഴിയിൽ ഒരു മരത്തിനടിയിൽ ഇലയിട്ട് ഭർത്താവിനായി തയ്യാറാക്കിയ ഭക്ഷണം വിളമ്പി.
ശിവഭക്തൻ സന്തോഷത്തോടെ കഴിച്ചു കഴിഞ്ഞതും ആ അമ്മ വീണ്ടും ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. അവരോട് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതില്ലെന്നും താങ്കളുടെ ഭർത്താവിന് ആവശ്യമുള്ള ഭക്ഷണം പാത്രത്തിലുണ്ടാവുമെന്നും ശിവഭക്തൻ പറഞ്ഞപ്പോൾ ആ അമ്മയും കാലിപ്പാത്രങ്ങൾ അടച്ചെടുത്ത് ഭർത്താവിനടുത്തേക്ക് പോയി. യാത്രയിൽ പാത്രത്തിന് ഘനം അനുഭവപ്പെട്ട അവർ ഭർത്താവിന്റെ തൊഴിൽ സ്ഥാപനത്തിലെത്തി പാത്രം തുറന്നപ്പോൾ അത് നിറയെ പഴയ പോലെ ഭക്ഷണം കണ്ട് ആശ്ചര്യപ്പെട്ടു. അവർ എപ്പോഴത്തെയും പോലെ ഭർത്താവിന് ആഹാരം വിളമ്പി. പക്ഷെ വഴിയിൽ നടന്ന സംഭവമൊട്ട് പറഞ്ഞതുമില്ല. ആഹാരത്തിന് അസാധാരണമായ രുചി കണ്ട ചെട്ടിയാർ വിവരം തിരക്കിയപ്പോൾ ഭാര്യ നടന്ന സംഭവം മറച്ചുവെച്ചില്ല. ഉടനെ ചെട്ടിയാർ ഭാര്യയോടൊപ്പം ശിവഭക്തനെ കണ്ട സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ 2 പാദുകം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇതിൽ അസാധാരണത്വം തോന്നിയ അദ്ദേഹം അവിടം കുഴിച്ചപ്പോൾ സിദ്ധർ സമാധിപീഠം കണ്ടെത്തി കോവിൽ നിർമ്മിച്ചു എന്നാണ് കഥ. ഈ സംഭവം നടന്ന അന്ന് ഒരു ഐപ്പശി ഭരണി. എല്ലാ വർഷവും ഐപ്പശി ഭരണി നക്ഷത്രത്തിൽ ചെട്ടിയാർ നാട്ടുകാർക്ക് അന്നദാനം നടത്തി വന്നു. ഒരു പ്രാവശ്യം തൊഴിൽ സംബന്ധമായ കാരണത്താൽ വിദേശത്തായി പോയ ചെട്ടിയാർക്ക് രാത്രി ഉറങ്ങുമ്പോൾ പിറ്റേന്ന് ഐപ്പശി ഭരണിയാണല്ലോ എന്നോർമ്മ വന്നു. അന്നദാനം മുടങ്ങുമല്ലോ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി സങ്കടപ്പെട്ടപ്പോൾ പിറ്റേന്ന് ഉറക്കമുണർന്ന അദ്ദേഹം തന്റെ പായ്ക്കപ്പൽ പൊയ്കനല്ലൂരിൽ എത്തിയിരിക്കുന്നതായി മനസ്സിലാക്കി അന്നദാനത്തിന് ഏർപ്പാടുകൾ ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ഭക്തർക്ക് 3 നേരവും അന്നദാനം കൊടുക്കുന്ന കോവിലാണ് സിദ്ധാശ്രമം. ഇവിടെയുള്ള അന്നക്കാവടിയാണ് വിശേഷം. വൈകുന്നേരത്തെ അന്നദാനത്തിനായി ക്ഷേത്ര അധികാരികൾ സിദ്ധർ കോവിലിന്റെ ഇടതും വലതും ഭാഗത്തുള്ള വീടുകളിൽ രാത്രി 7 മണിക്ക് മണികൾ തൂക്കിയ അന്നക്കാവടിയുമായി പോകുന്നു. അന്നക്കാവടി എന്നത് ഒരു മുളന്തണ്ടിന്റെ 2 അറ്റത്തുമായി ആഹാര സാധനങ്ങൾക്കായുള്ള 2 പാത്രങ്ങൾ കാവടി പോലെ കെട്ടിവെച്ചിരിക്കുന്നതാണ്. ഗോരക്കർ സിദ്ധർ ഇതേപോലെ ഭിക്ഷയെടുത്തിരുന്നു എന്നതിനെ ആസ്പദമാക്കിയാണിത്. ഇവിടെയുള്ള ജനങ്ങൾ തങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഭക്ഷണം അന്നക്കാവടിക്കായി ശുദ്ധിയോടെ മാറ്റിവെക്കുന്നു. അത് അന്നക്കാവടി വരുമ്പോൾ സമർപ്പിക്കുന്നു. രാത്രി ക്ഷേത്രത്തിലെ മണിയടിച്ച ശേഷമേ ജനങ്ങൾ ആഹാരം കഴിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പൊതുവെ ക്ഷേത്രത്തിൽ നിന്നല്ലെങ്കിലും ഏത് വീട്ടിൽ നിന്നായാലും ഭക്തർക്ക് അന്നത്തിന് ഈ ഗ്രാമത്തിൽ മുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ വരുന്ന അതിഥിയെ ഒരു സിദ്ധരായി കണ്ട് അവർ അന്നദാനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഈ അന്നക്കാവടി സമ്പ്രദായം ഭാരതത്തിൽ തന്നെ ഇവിടെ മാത്രമാണുള്ളതെന്നാണ് വിശ്വാസം. അന്നക്കാവടിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം പൂജാരി സിദ്ധർക്ക് നിവേദ്യത്തിന് സമർപ്പിച്ച ശേഷം ഭക്തർക്ക് പ്രസാദമായി വിളമ്പുന്നു. ഇത് സേവിച്ചാൽ മാറാരോഗങ്ങളും മാറും എന്നതാണ് ഭക്തജനഭാഷ്യം. പൊതുവെ ആഹാരമേ മരുന്ന് എന്നാണല്ലോ സിദ്ധർവാക്യം. സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ സാധാരണ സിദ്ധർ കോവിലുകളെ പോലെ ഇവിടെയും രാജഗോപുരമില്ല. ക്ഷേത്രത്തിനകത്തുള്ള വലിയ ഹാളിൽ 18 സിദ്ധന്മാരുടെ ചിത്രവും അവരെ പറ്റിയുള്ള ചെറുകുറിപ്പും കാണാം. ഗോരക്കർ സിദ്ധരുടെ ജീവചരിത്രം ചിത്രങ്ങളുടെ രൂപത്തിൽ കോവിലുണ്ട്. ക്ഷേത്രത്തിനകത്തു തന്നെ സ്ഥലവൃക്ഷമായ നാഗലിംഗ മരവും ഗോരക്കർ സ്ഥലതീർത്ഥവും. ഈ നാഗലിംഗ മരത്തിൽ ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതി കെട്ടിവെച്ചാൽ അത് 3 മാസത്തിനുള്ളിൽ നടന്നിരിക്കും എന്നാണ് പറയുന്നത്. ശബരിമല പോലെ പൊന്നോല കൊണ്ട് മേഞ്ഞ സന്നിധിക്കുള്ളിൽ സമാധി പീഠത്തിന് മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പീഠത്തിലുള്ള 2 കാലടികളിൽ വലിയ കാലടി ശിവഭഗവാന്റെയും ചെറിയ കാലടി അമ്പാളുടേതുമാണെന്നാണ് പറയുന്നത്. വളരെ ശക്തിയുള്ളതാണ് ഗോരക്കർ സമാധി പീഠം എന്നതാണ് ഭക്തജനഭാഷ്യം. ഇവിടെ എത്തി പ്രാർത്ഥിച്ചു പോയാൽ ജീവിതപാതയിൽ മാറ്റം വരും എന്നതിന് തർക്കമില്ല. സിദ്ധന്മാരെ പറ്റി ഭക്തന്മാർക്ക് മനസ്സിലാക്കുവാനായി ക്ഷേത്രത്തിന്റെ വക സിദ്ധന്മാരെ പറ്റിയുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന കടയും നന്ദവനവും, ഭക്തർക്ക് ധ്യാനിക്കുവാനായി ഗോരക്കർ സിദ്ധരുടെ ധ്യാനമണ്ഡപവും ഗോരക്കർ സിദ്ധർ എലിമെന്ററി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ധ്യാനമണ്ഡപത്തിൽ ഗോരക്കർ സിദ്ധരുടെ ഗംഭീരമായ പ്രതിഷ്ഠ കാണാം. ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്നിരിക്കും. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ അർച്ചനയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഗോരക്കർ സിദ്ധർ സമാധി അടഞ്ഞ ഐപ്പശി ഭരണി നക്ഷത്രം ക്ഷേത്രത്തിൽ പ്രധാനം. അതല്ലാതെ പൗർണമിയും വ്യാഴാഴ്ചകളും വിശേഷപ്പെട്ടത്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ നാഗപട്ടണം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 4.5 കിലോമീറ്റർ, നാഗപട്ടണം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 കിലോമീറ്റർ, വേളാങ്കണ്ണിയിൽ നിന്ന് 7 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വേളാങ്കണ്ണി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.